ആഹാ സൂപ്പർ, അടിപൊളി. നല്ല രസം, നല്ല ടേസ്റ്റ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. സിമ്പിൾ റെസിപ്പീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ വിശേഷപ്പെട്ട ഒരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന്റെ പേര് അമ്മ പറയുന്നതായിരിക്കും. പുളിയിഞ്ചി അല്ലെങ്കിൽ ഇഞ്ചമ്പുളി എന്നും പറയും. പുളിഞ്ചി എന്നാണ് അമ്മ ഇതിനെ വിളിക്കുന്നത്. അതായത് പുളി ഇഞ്ചി എന്നാണ് ശരിക്കുള്ള പേര്. അമ്മ ഒരു തൃശ്ശൂർക്കാരിയാണ്. തൃശ്ശൂർ ഭാഗത്തുള്ള ആൾക്കാർ ഇതിനെ കാലങ്ങളായിട്ട് ഇതിനെ പുളിയിഞ്ചി എന്നത് ലോപിച്ച് പുളിഞ്ചി എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അമ്മ അതിനെ പുളിഞ്ചി എന്നാണ് പറയുന്നത്. പിന്നെ ഇഞ്ചിപ്പുളി എന്നും പറയും, അല്ലെങ്കിൽ അമ്മ അതിന് പറയും ഇഞ്ചപ്പുളി എന്നാണ്. അപ്പോൾ പുളിഞ്ചി അല്ലെങ്കിൽ ഇഞ്ചപ്പുളി, പുളി ഇഞ്ചി അഥവാ ഇഞ്ചിപ്പുളി, അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യം തന്നെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ശർക്കര, പച്ചമുളക്, പിന്നെ ഇഞ്ചി ചതച്ചത്, അല്ലെങ്കിൽ ഇഞ്ചി നുറുക്കിയെടുക്കുന്നതായിരിക്കും നല്ലത്, അല്ലേ അമ്മ? ഇഞ്ചി നുറുക്കിയെടുക്കുന്നതാണ്, അരിഞ്ഞ് എടുക്കുന്ന ഇഞ്ചിയാണ് കുറച്ചുകൂടി നല്ലത്. ഇതിപ്പോൾ നമ്മളിവിടെ ചതച്ച ഇഞ്ചിയാണ് ഉപയോഗിക്കാറുള്ളത്, അതുകൊണ്ടാണ് ചതച്ച ഇഞ്ചി. പിന്നെ കടുക് വറുക്കാനായിട്ട് ഒരു തണ്ട് കറിവേപ്പില, പിന്നെ പുളിയാണ്. ഇത് നമ്മുടെ വാളൻ പുളി പിഴിഞ്ഞെടുത്താണ്. അതൊരു മൂന്ന് ചെറുനാരങ്ങ സൈസിലുള്ള പുളി വെള്ളത്തിലിട്ട് കുതിർത്ത് പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ. അതിൻ്റെ ചാറാണ് അരിച്ചെടുത്തത്. പിഴിഞ്ഞ് അരിച്ചെടുത്താണ്, നാരുകളൊന്നും ഇല്ലാതെ അരിച്ചെടുത്താണ്. പിന്നെ വെളിച്ചെണ്ണ, ഉപ്പ്, മുളക് പൊടി, കടുക്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പുളിഞ്ചി ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ പുളിഞ്ചി ഉണ്ടാക്കാനുള്ള അതേ ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യമായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്. അപ്പോൾ നമ്മളൊരു ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടാവട്ടെ. അപ്പോൾ നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ കടുകിടാൻ പോകണം. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ പച്ചമുളക് ഇടാൻ പോകണം. പച്ചമുളക് ഇട്ടു. അത് കഴിഞ്ഞ് ഇഞ്ചി ഇട്ടുള്ളൂ. ഇഞ്ചി എന്താണ് ഇത് രണ്ടും കുറച്ച് മൂത്ത് വരണം. ഓക്കെ. ഇഞ്ചി പച്ചമുളകും ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം അല്ലേ? ചെറുതായിട്ടല്ല, ഒരുവിധം മൂക്കണം. ഇഞ്ചിയും പച്ചമുളകും ഇപ്പോൾ ഏകദേശം നന്നായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കറിവേപ്പില ഇടാം അല്ലേ? കറിവേപ്പില ഇടാം. ഓക്കെ, കറിവേപ്പില ഇട്ടു. ഇനി അടുത്ത് എന്താണ്? അടുത്ത് പുളിവെള്ളം ഒഴിക്കാൻ പോകണം. ഇനി ഈ പുളിവെള്ളത്തിൽ ശർക്കര ഇടാം, കുറച്ച് മുളക് പൊടി ഇടാം. ഓക്കെ, പുളിവെള്ളത്തിലേക്ക് നമ്മൾ ശർക്കര ഇടാൻ പോവാണ് അല്ലേ? ശർക്കര ഇടാണ്. ശർക്കര ഇട്ടു. കുറച്ച് മുളക് പൊടി, കാരണം പച്ചമുളകിന് കുറച്ച് എരിവുണ്ട്, എന്നാലും കുറച്ച് ഇട്ടു. 1 ടീസ്പൂൺ, അത്രയും മതി. ഓക്കെ, ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ടിട്ടോ. ഇനി ഇത് കുറുകി വരണം. ഓക്കെ, ശർക്കര അതിൽ കിടന്ന് അലിഞ്ഞ് പുളിവെള്ളം നന്നായിട്ട് കുറുകി വരണം അല്ലേ? അതെ. അപ്പം നമുക്ക് ഉപ്പും കൂടി ചേർക്കണ്ടേ? ഉപ്പും കൂടി ചേർക്കണം. ഉപ്പ് ചേർത്തു. പ്രത്യേകിച്ചൊന്നുമില്ല, ഇത് വറ്റണം, നന്നായിട്ട് കുറുകി വരണം. ഇപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളിതിൽ ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതിവിടെ കിടന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം. അപ്പം ആ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഈ പുളിവെള്ളത്തിലും കിടന്ന് നന്നായിട്ട് വെന്ത് ശർക്കര അലിഞ്ഞ് ചേർന്ന് നന്നായിട്ട് കുറുകി വരുന്നത് വരെ നിന്ന് ഇളക്കണം അല്ലെ? കറക്റ്റ്. അത് കുറുകി വരുന്നവരെ നമ്മളൊരു മീഡിയം തീയിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കും. അപ്പൊ നമ്മുടെ പുളിഞ്ചി ഇതാ നന്നായി കുറുകി വരുന്നുണ്ട് അല്ലേ? കുറുകി. ഇത് നമ്മൾ സാധാരണ സദ്യക്കൊക്കെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ? അതെ, സദ്യക്ക് ആദ്യം തന്നെ പുളിഞ്ചി, നാരങ്ങ ഇതൊക്കെ വിളമ്പിയതിന് ശേഷമാണ് ബാക്കി കറികളൊക്കെ വിളമ്പുന്നതും. സദ്യക്ക് ഇലയിട്ട് കഴിഞ്ഞാൽ ആദ്യം വിളമ്പുന്നത് പുളിഞ്ചിയാണ് അല്ലേ? അത്ര പ്രധാനപ്പെട്ട ഒരു വിഭവമാണത്. സദ്യക്ക് ഇലയിട്ട് കഴിഞ്ഞാല് പുളിഞ്ചി മുന്നിൽ വിളമ്പ് വരും. ഇത് എല്ലാ സദ്യക്കും ഇതുണ്ടാവും. ഇതില്ലാത്തൊരു സദ്യ പോലും ഉണ്ടാവില്ല. പുളിഞ്ചി ഇല്ലാത്ത സദ്യ ഉണ്ടാവില്ല. അത്ര ഇമ്പോർട്ടൻസ് ആണ് ഇതിന്. ഇപ്പൊ പരുവത്തിലെത്തി.
ഓക്കെ, അടിപൊളി. നല്ല കുറുകി വന്നല്ലേ? കുറുകി വന്നു. ഇതാണ് ഇതിന്റെ പരുവം. പുളിയും എല്ലാം ചേർന്ന് നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിനകത്ത് സീക്രട്ട് ഉണ്ട്, ഇത് ആരും അങ്ങനെ ഇടാറില്ല, എങ്കിലും ഞാനൊരു ഇത്തിരി ഇടും. ഓപ്ഷണൽ ആണല്ലേ? അമ്മയുടെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആണ് ഇത്. ഇതെന്തൊക്കെയാണ് പറയാൻ പറ്റുമോ? പറ്റും. ഇത് ചുക്കും ജീരകവും. ചുക്കും ജീരകവും കൂടെ പൊടിച്ച പൊടിയാണ്. അത് അമ്മ ചേർക്കുന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആണ് അല്ലേ? സാധാരണ ആരും ചേർക്കാറില്ല. ചിലവര് ചേർക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാനിത് ഇടും. അപ്പൊ ഒരു പ്രത്യേക മണം വരും. അമ്മ എപ്പോഴും പുളിഞ്ചി ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആണ് ചുക്കും ജീരകവും കൂടെ നല്ല നൈസായിട്ട് പൊടിച്ചതും കൂടെ ചേർത്തിട്ടുണ്ട് ലാസ്റ്റ്. ഇതിപ്പോ ഫിനിഷിംഗ് സ്റ്റേജ് ആയില്ലേ? കഴിഞ്ഞു, തീരാറായി, കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അടിപൊളി. ഇനി നമുക്കതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അല്ലേ? നമ്മുടെ പുളിഞ്ചി വരുന്നുണ്ട്, നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കാൻ പോകണം. അങ്ങനെ നമ്മുടെ അടിപൊളി പുളിയിഞ്ചി റെഡിയായിരിക്കുകയാണ്. നല്ല സൂപ്പറാണ്. ഇത് കണ്ടാൽ തന്നെ അറിയാം, നല്ല കുറുകി നല്ല ശർക്കരയും പുളിവെള്ളവും എല്ലാം ചേർന്ന് നല്ല ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട് നല്ല കുറുകി നല്ല കറിവേപ്പിലേക്ക് ഇട്ട് കടുകൊക്കെ ഇട്ട് വറുത്തതിൻ്റെ ആ ടേസ്റ്റ്, ആ മണമൊക്കെ നമുക്കിപ്പോൾ നന്നായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി ഒന്ന് ടേസ്റ്റ് കൂടെ ചെയ്ത് നോക്കണം. ഇത് സാധാരണ ഇതിന് നല്ല ടേസ്റ്റ് വരുന്നത് 2-3 ദിവസം മുമ്പ് ഉണ്ടാക്കി വെക്കണം അല്ലേ? ഇരിക്കും തോറും ടേസ്റ്റ് കൂടും. ഇരിക്കും തോറും ഒരു ടേസ്റ്റ് കൂടും. അപ്പോൾ ശരിക്കും സദ്യയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിന് 2-3 ദിവസം മുമ്പ് തന്നെ ഇത് ഉണ്ടാക്കി വെക്കും. അപ്പോൾ ആ സദ്യയുടെ സമയം ആകുമ്പോഴേക്ക് ഇതിന് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും, നല്ല മണവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ വിഷുവിന് വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ആഹാ, സൂപ്പർ, അടിപൊളി. നല്ല രസം, നല്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റ്. മധുരമുണ്ട്. ചോറിന് മാത്രല്ല, കഞ്ഞിക്ക് നല്ലതാണ്. ഇതിട്ട് കഞ്ഞി കുടിക്കാം അല്ലേ? നന്നായിട്ട് കഞ്ഞിയിൽ ഇതിട്ട് കുടിക്കാനും നല്ലതാണ് അമ്മ പറയുന്നത്. നല്ല പുളിയുണ്ട്, നല്ല മധുരമുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ്. വേപ്പിലയുടെയും ഇഞ്ചി വേപ്പില എല്ലാം കൂടി ചേർന്ന് നല്ലൊരു പ്രത്യേക ഒരു മണമാണ് ഇതിന്. അടിപൊളി സംഭവമാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈ വിഷുവിന് എല്ലാവരും പുളിയിഞ്ചി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ സംഭവമാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ള, ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ പരിചയമുള്ളവർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക, ലൈക്ക് ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങൾ അറിയിക്കുക. കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. താങ്ക് യു. മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.